നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. മഴയും മഴവിലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാഴ്ചകളുടെ ലോകത്തിലൂടെ അനുഭവങ്ങളുടെ പ്രദക്ഷിണവുമായി ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. നന്നായിട്ടുണ്ടല്ലേ സിനിമ? സിനിമ അടിപൊളിയായിട്ടുണ്ടല്ലേ മോട്ടു? പിന്നെ കുറെ കാലത്തിനിടയ്ക്കാ നല്ലൊരു സിനിമ കാണുന്നത്. അതെ അതെ അതെ. അല്ലേലും നല്ല ആശയങ്ങളും നല്ല സന്ദേശങ്ങളുമുള്ള സിനിമ ഇക്കാലത്ത് വളരെ കുറവാ. നേരാ, ഇപ്പൊ എല്ലാരും ന്യൂ ജനറേഷൻ അല്ലേ? എനിക്ക് ന്യൂ ജനറേഷൻ സിനിമ ഇഷ്ടാണെന്നേ. ന്യൂ ജനറേഷനെ കുറ്റം പറഞ്ഞതല്ല ഗംഭീർ, എപ്പോഴും നല്ലത് പഴയ സിനിമകൾ തന്നെയാ. പഴയ സിനിമയിലാ നല്ല ആശയങ്ങളുള്ളത്. സിനിമയിലെ ആശയങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. ഞാൻ ഫോറസ്റ്റ് കോഫി ഹൗസിൽ പോവാ, എനിക്ക് വിശക്കാൻ തുടങ്ങി. അല്ല, നമ്മളിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നത്, അവിടുന്ന് കഴിച്ചാ പോരെ? നിങ്ങൾ വീട്ടിൽ പോയി കഴിക്ക്. നിങ്ങൾ സിനിമയിലെ നല്ല കാര്യങ്ങളൊക്കെ പകർത്തുന്നവരല്ലേ? അതെന്താ ഗംഭീറെ, എന്തോ ആക്കി സംസാരിക്കുന്നത് പോലെ? ഞാൻ നിങ്ങളൊന്ന് വെറുപ്പിക്കാൻ പറഞ്ഞതല്ലേ? വെറുപ്പിക്കാനോ? ഇങ്ങനെയൊക്കെ ഗംഭീർ പറയുന്നോട്ട് ശരിയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാ ഞാൻ പോണത്. നിങ്ങൾ ചെല്ല്. അല്ല, ഇതെന്താ പോവാണോ? ഈ ഗംഭീർ എന്താ ഈ പറയുന്നത്? അവന് വിശപ്പ് തലക്ക് പിടിച്ച് കാണുമെന്നേ. വാ നമുക്ക് പോവാം. അത് തന്നെ കാര്യം. എന്നാലും എന്റെ കോരു, ആ സിനിമയുണ്ടല്ലോ എന്ത് രസാണെന്നോ. കോരു വരാഞ്ഞത് നഷ്ടം. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്. എന്തായാലും ഗ്രേറ്റ് ലോസ് ആണ്. അത്രേ പറയാം. എന്നാലും എന്റെ ഗംഭീര കഥയൊന്ന് പറഞ്ഞു തരാമോ? കഥ പറഞ്ഞ ത്രില്ല് പോവും. സിനിമ കാണുക കോരു. അതൊന്നും സാരമില്ലതേ ഗംഭീര, എനിക്ക് കഥ കേട്ടാ മതി. ശരി ശരി ശരി. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആശയങ്ങളാണ് കഥാർത്ഥം. അപ്പോ കോമഡി പടമല്ലേ? കോമഡിക്ക് ഉണ്ട്. എന്താ ഗംഭീരെ, കഥയൊക്കെ മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? കഥയൊന്നും മറന്നുപോയതല്ല, കഥയില് സന്ദേശം നമുക്ക് ഉപകാരപ്പെടുമെന്ന് നോക്കിയതല്ലേ. മനസ്സിലായില്ലല്ലോ. പറഞ്ഞുതരാം. ഗംഭീരം ഗംഭീരം ഗംഭീരം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടതിനെ എന്തെങ്കിലും പ്രയോജനം വേണ്ട. എന്തായാലും ഇത്രയും വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ കോരു, ഇത് വിജയിച്ച നമുക്കൊരു സിനിമ തന്നെ പിടിച്ചു കളയാവുന്നേ. ഓക്കേ ഓക്കേ, എന്നെ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. ശരി, എങ്കിൽ നമുക്ക് പിരിയാം. ശേഷം സ്ക്രീനിൽ. എന്താ പറഞ്ഞത്? എന്താന്ന്? പിന്നെ കാണാമെന്ന്. അങ്ങനെ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ. അല്ല, വണ്ടിയൊക്കെ തുടച്ച് മിനിക്ക് വെക്കുന്നുണ്ടല്ലോ പപ്പീസേ. കുറച്ച് ദിവസമായി കഴുകിയിട്ട്, അതുകൊണ്ട് കഴുകി, അത്രേ ഉള്ളൂ. വണ്ടിയൊക്കെ മിനിക്കിട്ട് എവിടേക്കാ പപ്പീസ് ഓ, ആ ഗംഭീർ ഒരു സ്ഥലം വരെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ, അതുകൊണ്ടാ. അല്ല, ഗംഭീർ പിണങ്ങി പോയിട്ട് പപ്പീസിനോട് മിണ്ടിയോ? എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ടാ മിണ്ടിയത്. അധികകാലം നമുക്ക് പിണങ്ങി നടക്കാൻ പറ്റുമോ? ഗംഭീർ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും പിണങ്ങി നടക്കും. അത് നേരാ, എന്തോ കാര്യം നിന്നെ കൊണ്ടുണ്ട്. അതാ
നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യാം. കഴിഞ്ഞ ദിവസം കണ്ട സിനിമയിലെ പോലെ. അതെ അതെ. പിന്നെ ഞങ്ങൾ വന്നതേ ക്ലബിന്റെ വാർഷിക പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്യാനാ. ഓ എങ്കിൽ വാ നമുക്ക് അകത്തിരുന്ന് ചർച്ച ചെയ്യാം. വാ വാ. അത് നല്ലൊരു ചിന്തയാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ നിങ്ങൾക്ക്? എടുത്തു. വിളിച്ചിട്ട് ആ കിട്ടുന്നില്ല. പപ്പീസിനെ കാണുന്നില്ലല്ലോ ഗംഭീറേ. എന്നോട് വരുമെന്ന് പറഞ്ഞതാണെന്നേ. ഇനിയൊക്കെ പറ്റിക്കുമോ ഗംഭീറേ? പപ്പീസ് പറഞ്ഞതാ. എത്തിനു. ദേ വന്നൂല്ലോ. ഞാൻ താമസിച്ചോ? ഏയ്, അല്പം വൈകി. അയ്യോ ഒരു തമാശിക്കാതെ. സാരല്ല പപ്പീസ്, ഞങ്ങൾ കുറെ നേരം കാത്തു ദേ നിൽക്കണ്. വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ കുറച്ച് വൈകിപ്പോയത്. ഓ ഓ, ഇന്ന് നമുക്ക് പോവാം. ഓക്കെ ഗംഭീർ, വാ വാ. ഇരിക്കി. ആ കാലിങ്ങോട്ട് വെച്ചോ. ഓ ശരി ശരി. ഓക്കെ. ബാഗ് ഇങ്ങോട്ട് താ. എന്റെ അമ്മോ. ആ. ആ, പിന്നെ ഗംഭീറെ സൂക്ഷിക്കണം കേട്ടോ. ഓ ഓക്കെ. അതെന്താ ചേട്ടാ, ബാഗിൽ പൊട്ടിപ്പോണ സാധനങ്ങൾ വലുതുണ്ടോ? അപ്പൊ, അതെന്താ? ഒരു സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. നോ പ്രോബ്ലം. വണ്ടി വിട്ടോ, ഓക്കെ നമുക്ക് then പോവാം. we will go. പോട്ടെ. Yeah. ബൈ. പപ്പീസ നിർത്ത് 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 എന്താ? നിർത്ത് നിർത്ത് ഓ ഓ നിർത്ത് ശരി ശരി പപ്പീസേ. ശരി ശരി നിർത്തി നിർത്ത്. നിർത്തി. ദേ, ആ. എനിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഹലോ, ആ പറ, കേക്കുന്നുണ്ട്. ശരിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നേ. ഓ ശരി ശരി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ബൈ. ഓക്കെ. പപ്പീസേ, ഞാനിപ്പോ വരാം കേട്ടോ. ഗംഭീർ എവിടെ പോവാ? അത് പിന്നെ ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. പിന്നെ ബാഗ് സൂക്ഷിച്ചോളേ. ശരി ശരി വേഗം പോയി വാ. ഓ ശരി. ഉം. എന്താണ് ഇവിടെ? അത് പിന്നെ ഞാൻ ചോദിച്ചത് കേട്ടില്ല. എന്താണ് ഇവിടെ എന്ന്? ചേട്ടാ ഞാനത് പിന്നെ ചേട്ടാ. ചേട്ടനോ? ആരാടാ നിന്റെ ചേട്ടൻ? ഏയ്, സാറേ ഞാൻ കൂട്ടുകാരന്റെ കാത്തുക്ക. എന്താടാ ഈ ബാഗില്? അത് പിന്നെ ബാഗില് സത്യം പറയടാ. ബാഗ് എന്റെ അല്ല സാറേ, കൂട്ടുകാരന്റെ. എന്നിട്ട് കൂട്ടുകാരനെ എവിടെടാ? കൂട്ടുകാരെ യൂറിൻ പാസ് ഔട്ട്. യൂറിൻ തെളിച്ച് പറയടാ വേഗം. മൂത്രയ്ക്കാൻ പോയതാ. ആ, ഈ ബാഗിൽ ഇല്ല എന്താണ്? സാറേ, എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ല ഇവിടെ കാട്ട്. സാറേ. നോക്കട്ടെ. ചുമ്മാ ഒരു ബാഗുമായിട്ട് ഇറങ്ങിക്കോളും. ഓഹോ, അപ്പോ ഈ ബാഗ് നിന്റേതല്ലേ? അല്ല സാറേ, സത്യമായിട്ട് എന്റെ അല്ല. പിന്നെ ആരുടേതാടാ? ഈ ബാഗിന്റെ ഓണർ ഗംഭീറിനെ സിറ്റിയിൽ കൊണ്ടുവിടാൻ ഞാൻ ബൈക്കും കൊണ്ട് വന്നതാണ് സാറേ. എന്നിട്ട് അവനെ വിട്. യൂറിൻ പാസ് ചെയ്യാൻ പോയതാ. മിണ്ടി പോകരുത്. ഈ ബാഗിൽ നിറയെ ചന്ദനത്തൈലവും കാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളുമാണ്. എവിടെ? യൂ സാറേ, ഞാൻ നിരപരാധിയാണ് സാറേ. എന്നെ രക്ഷിക്കണം സാറേ. എന്നെ ഗംഭീർ പറ്റിച്ചതാ സാറേ. അയ്യോ, ഇത് മാർക്കറ്റിൽ എവിടെയോ വിൽക്കാനുള്ള പദ്ധതിയുമായിട്ടാ ഗംഭീർ നിന്റെ പുറകെ കയറിയത്. പാവാണ് സാറേ. എന്നെ രക്ഷിക്കണം സാറേ. കരയണ്ട. വാ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം ആ ഗംഭീറിനെ പിടിക്കാൻ. നീ വണ്ടി എടുക്ക. സാറേ ഓരോ മണ്ടത്തരങ്ങൾ കാട്ടി നടന്നോളും. മോട്ടു, ഒരു വല്ലാത്ത പണിയാ ആ ഗംഭീർ ചെയ്തത്. എന്തായാലും ഗംഭീറിന് നമ്മൾ മറുപടി കൊടുക്കണം. അയ്യോ എങ്ങനെ കൊടുക്കാനാ? നമ്മൾ കണ്ട സിനിമയെ അനുകരിച്ചല്ലേ പപ്പീസിനെ ഗംഭീർ കുടുക്കിയത്. അതെ, സിനിമയിലെ അതേ പരിപാടി തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ നിങ്ങൾ വാ, പണി ഞാൻ പറഞ്ഞു തരാം. ആ ലെംബോ സാറിന്റെ സഹായം നമുക്ക് വേണ്ടി വരും. ഗംഭീറിനെ പിടിക്കാൻ എന്ത് സഹായവും ലംബോ സാറ് ചെയ്യും. ആ എങ്കില് നമ്മൾ ഗംഭീറിന് കൊടുക്കും. അത് മതി. ഈ പപ്പീസിനെ ചതിച്ച ഗംഭീറിന് ഒരു പണി കൊടുക്കണം. എങ്കിൽ സമയം കളയണ്ട, പപ്പീസ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ എങ്കിൽ വാ. വേഗം നടക്ക്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അത് പിന്നെ ഞാനിങ്ങനെ ദേ ആ ബാഗ് കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ.
അത് പിന്നെ പപ്പീസേ ഞങ്ങള് നിങ്ങൾ തന്ന ബാഗ് ഒരു ചേട്ടൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നിട്ട് എനിക്ക് ഒരുപാട് പണം തന്നു. എന്റെ അമ്മേ, പണോ? അതേന്ന് ഒരു കെട്ട് പണം. അയ്യോ അപ്പോ അത് പോലീസായിരുന്നില്ലേ? പോലീസോ? നിങ്ങൾ എന്തോ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ചേട്ടൻ വന്നത് തന്നെ. സംഗതി നീയാ കുളമാക്കിയത്. പോലീസാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയതാ ഞാൻ പറഞ്ഞത്. ഓ നിന്റെ ഒരു ഇൻഫർമേഷൻ. എന്താ കുശുകുശിപ്പ്. എന്നിട്ട് ആ പണം എവിടെ? ഓ അത് ഞാൻ ആ ചേട്ടന്റെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തു. അപ്പൊ ബാഗോ? അതും ആ ചേട്ടൻ കൊണ്ടുപോയി. അയ്യോ അയ്യോ എന്താ കാര്യം? ഓ നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. ആ ചേട്ടൻ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ ഏത് നിമിഷവും ആ ചേട്ടൻ വരും. ശരിക്കും? എങ്കിലേ നമുക്കൊന്ന് വിളിച്ചാലോ? അതിന് നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടോ ഇനി? അതൊക്കെ നമുക്ക് വേഗം എടുക്കാമേ. എടുക്കാമെന്നോ? അത് വേഗം ഉണ്ടാക്കാമെന്ന്. എങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. ബൈ. പോയിട്ട് വേഗം വന്നോളേ. ഇനിയിപ്പോ മരുന്നുണ്ടാക്കണം. പപ്പീസേ ഞങ്ങൾ റൂമിലാണുള്ളത്. ഓക്കെ ഓക്കെ വഴിയൊക്കെ അറിയാലോ. ശരി ശരി ദേ ഞങ്ങൾ താഴെ ഇറങ്ങി നിക്കാട്ടോ. അമ്മ അണ്ടനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആ സിനിമ കണ്ടത് എത്ര ഉപകാരമായി. അതന്നെ പറഞ്ഞത് ശരിയാ. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്തായാലും എത്തിയില്ലോ. പുറകിലേ ആ പപ്പീസ് പറഞ്ഞ ചേട്ടന് ഉണ്ട്. ഓഹോ അയ്യോ അത് ചേട്ടനല്ല, പോലീസാ. പോലീസ് ഓടിക്കോ ഓടിക്കോ. മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കുക. നിങ്ങൾ ഈ പാവത്തിനെ കൊടുക്കാൻ ശ്രമിച്ചു. പോകരുത്. ഈ പപ്പീസ് എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങളൊരു സിനിമ കണ്ട് അതിനനുകരിച്ചു. അതേ നാണയത്തിൽ പപ്പീസ് മറുപടിയും തന്നു. കൂട്ടുകാരെ, നിങ്ങൾ എന്നെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കിയപ്പോ അതിനുള്ള മറുവഴി എനിക്ക് പറഞ്ഞു തന്നതേ മോട്ടുവാ. നമ്മൾ മറ്റുള്ളവരെ ചതിക്കുഴിയിൽ വീഴ്ത്തുമ്പോൾ അവരെ രക്ഷിക്കാൻ ഈശ്വരൻ ഏത് രൂപത്തിലും എത്തും. അവർക്കൊരു കൈത്താങ്ങായി ഏത് സമയത്തും ഈശ്വരൻ ഉണ്ടാകും. നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും നേരിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുക. നേർവഴി നയിക്കാൻ എന്നും നിങ്ങൾക്കൊപ്പം ഈശ്വരൻ ഉണ്ടാകും. സുവിശേഷത്തിന്റെ താളുകളിലൂടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ടിങ്കു. തുറക്കാം വചനത്തിന്റെ വാതായനം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? അങ്കിൾ എനിക്കൊരു കാര്യം അറിയാണ്ട്. എന്താ ടിങ്കുവിന് അങ്കിളിനോട് പറയാനുള്ളത്? എന്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കാവോ? നിന്റെ കൂട്ടുകാരന് വേണ്ടി അങ്കിൾ പ്രാർത്ഥിക്കണോ? അതെ. എന്താ നിന്റെ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അങ്കിൾ എന്റെ കൂട്ടുകാരന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ, കൂട്ടുകാരൻ്റെ അച്ഛന് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? അത് ശരി. എന്താ അച്ഛനുണ്ടായത്? അങ്കിൾ എന്റെ കൂട്ടുകാരന് എക്കാളും ദുഃഖമാ. ഓ, വീട്ടിലെപ്പോഴും ദുഃഖമാണോ? അതെ അതെ. എന്താ അതിൻ്റെ കാരണം? അച്ഛൻ എക്കാളും കുടിച്ച് ബഹളം ഉണ്ടാക്കും. ഓ, വീട്ടിൽ അച്ഛനെപ്പോഴും ബഹളം ഉണ്ടാക്കും അല്ലേ? അതെ. അപ്പം ടീച്ചേഴ്സ് ഇതൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഈ അച്ഛനെ വിളിച്ച് ഉപദേശം കൊടുത്തു. ഓ, എന്നിട്ടോ? അച്ഛൻ അതൊന്നും അനുസരിച്ചില്ല. ഓ, അത് ശരി. അപ്പോൾ കൂട്ടുകാരന് വളരെ വിഷമമാണല്ലേ? ടിങ്കു ചെയ്തത് നല്ലൊരു കാര്യമാണ്. കൂട്ടുകാരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി ആ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. ഈ അച്ഛന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ മാറാനായിട്ട് ശ്രമിച്ചില്ല. ഇതുപോലെ തന്നെ ചില കൂട്ടുകാരുമുണ്ട്, ഒരുപാട് ഉപദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഉപദേശം ജീവിതത്തിൽ പാലിക്കത്തില്ല. യേശു ഭൂമിയിലായിരുന്നപ്പം ഒരുപാട് കാര്യങ്ങൾ ഉപമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. ഏതൊക്കെ ഉപമ അറിയാം? മുടിയനായ
പുത്രന്റെ കഥയാണ്. ആ, മുടിയനായ പുത്രൻ്റെ കഥ. ശരിയാണ്, അതൊരു ഉപമയാണ്. പിന്നെയോ? പിന്നെ പിന്നെ വേറെ എന്താ അറിയുന്നേ? കാണാതെ പോയ ആടിന്റെ കഥ. ആ, കാണാതെ പോയ ആടിൻ്റെ കഥ. അതും ശരിയാണ്. പിന്നെ നല്ല ശബരിക്കാരൻ്റെ കഥ. നല്ല ശമരിയക്കാരൻ്റെ കഥ. ഇതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയാണ് വിത്ത് വിതയ്ക്കാനായി പോയ ഒരു കഥ. വിത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ, എനിക്കറിയാം. എന്നാ ഒന്ന് പറഞ്ഞേ, എന്താ കഥയിലുള്ളത്? അതെനിക്കറിയത്തില്ല. എന്നാ അങ്കിള് പറയാം, ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. ഒരാൾ വിത്ത് വിതയ്ക്കാനായിട്ട് പോയി. പോകുന്ന വഴിക്ക് വിത്ത് ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണതിന് എന്താ സംഭവിച്ചതെന്നറിയാമോ? എനിക്ക് അറിയാം. എന്താ? പക്ഷി കത്തിയുണ്ട്. ആ, പക്ഷികൾ വന്ന് അത് പറക്കിക്കൊണ്ടുപോയി. ശരിയാണ്. ഇനി പാറപ്പുറത്ത് വീണതോ? അത് നല്ല മണ്ണില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ശരിയാണ്. നല്ല മണ്ണില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അത് ഉണങ്ങിപ്പോയി. വേരില്ലാതെ അത് ഉണങ്ങിപ്പോയി. എന്നാൽ മുള്ളിനിടയിൽ വീണതോ? അത് എനിക്കറിയില്ല. മുള്ള് വളർന്നു, ഈ വിത്തും വളർന്നു, അത് ഞെരുക്കി കളഞ്ഞു. എന്നാൽ നാലാമത് വീണത് നല്ല നിലത്തായിരുന്നു. നല്ല നിലത്ത് വീണത് എന്ത് സംഭവിച്ചു? നന്നായി കേട്ടു. ശരിയാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, 30, 60, 100 മേനിയായി കൊയ്തെടുത്തു. ഈ വിത്ത് സൂചിപ്പിക്കുന്നത് വചനത്തെയാണ്, ദൈവത്തിൻ്റെ വചനത്തെ. നാം ദൈവത്തിൻ്റെ വചനം ഒരുപക്ഷെ സൺഡേ സ്കൂളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മൾക്ക് ഉപദേശം തരുന്ന ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നെല്ലാം കേൾക്കാറുണ്ട്. എന്നാൽ വഴിയരികിൽ വീഴുന്നതിന് സമമാണോ, അതോ പാറപ്പുറത്ത് വീഴുന്നതിന് സമമാണോ, അതോ മുള്ളിനിടയിൽ വീഴുന്നതിന് സമമാണോ, അത് ഏറ്റവും നല്ല നിലത്ത് വീണ് അത് 30, 60, 100 മേനിയായി കൊയ്തെടുക്കുന്നതിന് സമമാണ്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്? അതാണ് യേശു കർത്താവ് ഉദ്ദേശിച്ചത്. ഏതാ ഏറ്റവും നല്ലത്? നല്ല നിലത്ത് വീണത്. നല്ല നിലത്ത് വീണാൽ എത്രയാണ് കിട്ടുന്നത്? 30, 60, 100. ഓക്കെ. അപ്പം ആ ഉടമസ്ഥന് ഏറ്റവും സന്തോഷമായത് എവിടെയായിരിക്കും? നല്ല നിലത്ത് വീണത്. അപ്പം നമ്മുടെ ഉടമസ്ഥനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വചനമെന്ന വിത്ത് നല്ല നിലത്തായിരിക്കണം. നല്ല നിലമുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? എനിക്കറിയാം. എന്തൊക്കെയാ? കാടൊക്കെ നീക്കണം. കാടൊക്കെ വെട്ടിക്കളയണം. പിന്നെ നന്നായി ഒഴുകണം. നന്നായി ഒഴുകണം. ശരിയാണ്. പിന്നെ അതിൽ മുള്ളൊക്കെ നീക്കണം. മുള്ളുകളൊക്കെ നീക്കണം. ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും വചനം പ്രാവർത്തികമായി തീരണമെങ്കിൽ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളൊക്കെ മാറ്റിക്കളയണം. മുള്ളിൻ്റെ അവസ്ഥ പോലുള്ള സ്വഭാവങ്ങൾ നാം മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നല്ല നിലത്ത് ആ വിത്ത് വീണതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ നല്ല വിത്ത് വീഴുകയുള്ളൂ. അവിടെ മാത്രമേ 30, 60, 100 മേനിയായി കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നല്ല കൂട്ടുകാരായി നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ, എനിക്ക് സന്തോഷമായി. ഓക്കെ, ബൈ. ബൈ. ഇഷ്ടായോ ഇന്നത്തെ കാഴ്ചകളും അനുഭവങ്ങളും? ഇഷ്ടമായെങ്കിൽ പേന എടുക്കുക, എഴുതുക. കത്തുളയ്ക്കുന്ന വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതിയ ഒരു പിടി രസക്കൂട്ടുകളുമായി എത്തുന്നതുവരെ ബൈ.